ഇപ്പോൾ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിലുണ്ട്. രാഹുൽ, ഇവിടെ നമുക്കറിയാം, ഇവിടെ ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചകൾ നടക്കുന്നുണ്ട്. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും മുഖ്യ വിഷയമായിരുന്നു അവിടെ ഹിന്ദു സംഘടനകൾക്കെതിരെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പലവിധ വിഷയങ്ങൾ. ഇപ്പോൾ ഇസ്കോണുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് സർക്കാർ നിലപാട് കടുപ്പിക്കുമ്പോൾ എന്തു മനസ്സിലാക്കണം? ഇതിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്കോൺ ലോകാരാധ്യമായൊരു സംഘടനയാണ്. ഇന്നലെ ഇസ്കോൺ ബംഗ്ലാദേശും ഇസ്കോൺ ന്യൂയോർക്കും യുണൈറ്റഡ് നേഷൻസിന് പരാതി അയച്ചിരുന്നു. അതിൽ 9 പേരെ ടാഗ് ചെയ്തിരുന്നു. ഒരാൾ ഞാനും കൂടിയായിരുന്നു. ഞാൻ അടക്കമുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് വളരെയധികം സ്ഥലങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുകയും മറ്റും ചെയ്തു. ഇസ്കോണിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ സ്റ്റീവ് ജോബ്സ്, ആപ്പിൾ ഫോണിന്റെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് പോലും ഇസ്കോണിൽ നിന്നാണ് ആഹാരം കഴിച്ചിരുന്നത്. വെസ്റ്റിലെ എസ്പെഷ്യലി 60കളിലും 70കളിലും യൂറോപ്പിലടക്കം വലിയ തരംഗമായി മാറിയതാണ് ഇസ്കോൺ. നമ്മുടെ ബീറ്റിൽസ് അടക്കമുള്ള ലോകാരാധ്യമായ സംഗീത ബാൻഡ്സ് ഒക്കെ ഇസ്കോണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതാണ്. അപ്പൊ ഇസ്കോണിനോട് മതമൗലികവാദമോ തീവ്രവാദമോ എന്ന വാക്ക് ചേർത്ത് വെക്കുന്നത് പോലും അധിക്ഷേപകരമാണ്. അത് ബംഗ്ലാദേശ് സർക്കാർ ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ട്, മുമ്പ് നേരത്തെ അവിടെ പ്രക്ഷോഭം ഉണ്ടായപ്പോൾ അവിടെ ഒരുപാട് മുസ്ലിം സംഘടനകൾ നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കൊക്കെ സംരക്ഷണം ഒരുക്കിയിരുന്നു. അതിനെല്ലാം നമ്മൾ നന്ദിയോടെ സ്മരിക്കുന്നു. പക്ഷേ ഇസ്ലാമിസ്റ്റ് ഫോഴ്സസ് അവിടെ ആക്രമണം അഴിച്ചു വിടുകയാണെന്നുള്ള വസ്തുത നമ്മൾ കാണാതിരിക്കരുത്. 50ഓളം ദുർഗാ പണ്ടലുകളും അതോടൊപ്പം അമ്പലങ്ങളും അവിടെ ആക്രമിക്കപ്പെട്ടു. 1000-ലധികം ആൾക്കാർക്ക് വ്യക്തിപരമായ ആക്രമണം ഏറ്റു. ഇതെല്ലാം വളരെ വാസ്തവപരമായ കാര്യമാണ്. ഇതിനെ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. നമ്മുടെ പാലസ്തീനെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വേദനിക്കുന്നത് പോലെ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും കൂടി നമ്മൾ വേദനിക്കണം. കാര്യം പാലസ്തീനിലെയും ജെന്യൂൻ ഇഷ്യൂ ആണ്, അതേപോലെ തന്നെ നമ്മുടെ ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന ജെന്യൂൻ ഇഷ്യൂ ആണ്. നമ്മുടെ പൊതുസമൂഹം, സിവിൽ സൊസൈറ്റി, നമ്മുടെ ആക്ടിവിസ്റ്റുകൾ, ലെഫ്റ്റ് ലിബറൽ ചിന്തകന്മാർ ഇവരൊക്കെ ഈ വിഷയത്തിൽ അഭിപ്രായം കൂടി പറയണം. കാര്യം ഹിന്ദു റൈറ്റ്സും ഹ്യൂമൻ റൈറ്റ്സും തന്നെയാണ്. അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ നമ്മുടെ ഹിന്ദു സമൂഹങ്ങളെ സഹായിക്കണമെന്ന് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള മഹാത്മാഗാന്ധിയുടെ നിലപാട് തന്നെയാണ്. മഹാത്മാഗാന്ധി എടുത്തെഴുതിയിരുന്നു 1947 ഹിന്ദു സിഖുകാർ പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് പോകുന്നെങ്കിൽ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം, അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അവർക്ക് കൊടുത്ത് ഉറപ്പാണ്. അതുകൊണ്ട് അവരെ സഹായിക്കാൻ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവർക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളുടെ വിഷയം റേസ് ചെയ്യാനുള്ള വിഷയം നമുക്കുണ്ട്. നമ്മൾ അമേരിക്ക എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കേണ്ട. അമേരിക്ക ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ്. അമേരിക്കയ്ക്ക് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് വന്നിട്ടില്ല. ഡൊണാൾഡ് ട്രംപ് അടക്കം കഴിഞ്ഞ ദീപാവലി ആഘോഷത്തിന്റെ സമയത്ത് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വേട്ടയ്ക്കെതിരെ അതിശക്തമായി പ്രതികരിച്ചു എന്നുള്ളത് ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പോസിറ്റീവായ ഗ്ലോബൽ അവയർനെസ് ഇതിനെക്കുറിച്ച് വരണം. വിശിഷ്യ നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുകയും വേണം. ഒരുതരം കപട മതേതര ഷൈനസ് ഈ വിഷയത്തിൽ വേണ്ട. ഇത് സത്യസന്ധമായി സംഭവിക്കുന്നൊരു കാര്യമാണ്. അതിനെ അഡ്രസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇതിന്റെ ഇടപെടലുകൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്നടക്കം ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല. ബംഗ്ലാദേശ് പറയുന്നത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, മറ്റുള്ളവർ ഇടപെടേണ്ട എന്നാണ്. അങ്ങനെ ഒരു നിലപാടിലാണ് ആ രാജ്യം ഇപ്പോൾ ഉള്ളത്. രാഹുൽ, അല്ല, അങ്ങനെ ഒരു കാരണവശാലും പറ്റില്ല. കാര്യം ഏതെങ്കിലും രാജ്യത്ത് അങ്ങനെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് നമുക്ക് സൈലന്റ് ആയിരിക്കാൻ കഴിയില്ല. ഇനി രണ്ട് യാന്ത്രികമായ ഒരു ടെക്നിക്കാലിറ്റി ആയി പറഞ്ഞാലും ഇന്ത്യക്ക് സൈലന്റ് ആയിരിക്കാൻ കഴിയില്ല. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്, ഗാന്ധിയനാണ്, മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു മെജോറിറ്റി രാജ്യമാണ്. നമുക്ക് ലോകത്തെ എല്ലാ ഹിന്ദുക്കളോടും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അത് പറയുന്നതിന് നമ്മൾ മടിക്കേണ്ട ആവശ്യമില്ല. പാകിസ്ഥാനിലാണെങ്കിലും അല്ലെങ്കിൽ ബംഗ്ലാദേശിലാണെങ്കിലും ഹിന്ദു മെജോറിറ്റി രാജ്യം എന്ന രീതിയിൽ ഇന്ത്യക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഫിജിയിലൊക്കെ പലപ്പോഴും നമ്മൾ ഇടപെടൽ നടത്തി. അതുകൊണ്ട് 100% നമുക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം, ഞാനിപ്പോൾ 1-2 ദേശീയ ചാനലുകളിൽ ഇരുന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് പറയുന്നത് നരേന്ദ്രമോദി ബാക്ക് റൂം ടോക്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നാണ്. എന്തായാലും റിസൾട്ട് പെട്ടെന്ന് വരണം. കാര്യം അവിടെ ചിന്മയദാസ് പോലെ വളരെ ആദരണീയനായ ഇസ്കോണിന്റെ ഒരു നേതാവിനെ കാരണം പോലും പറയാതെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ബംഗ്ലാദേശി ഫ്ലാഗിനെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നാണ്. നമ്മളൊന്നും ആരും ഒരിക്കലും ഒരു ഫ്ലാഗിനെയും ഡിസ്റെസ്പെക്ട് ചെയ്യാത്തവരാണ്. പക്ഷേ ഒരു വ്യാജാരോപണമായിരിക്കാം. അപ്പൊ അദ്ദേഹത്തെ പോലെ കരിസ്മാറ്റിക് ആയ ഒരു നേതാവിനെ കൊണ്ടുപോയി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന മുസ്ലിം അഡ്വക്കേറ്റ് ആണ് മരിച്ചത്. ആലോചിച്ച് നോക്കുക, ചിന്മയ കൃഷ്ണദാസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു മുസ്ലിം അഡ്വക്കേറ്റിന്റെ കൊലപാതകം ഉണ്ടായി. അപ്പൊ ഇഷ്യൂസ് അവിടെയുണ്ട്. ഇന്ത്യ ഗവൺമെന്റ്, സാമൂഹ്യ മാധ്യമങ്ങൾ, ഇന്ത്യ ബീയിങ് ദ ലാർജസ്റ്റ് ഹിന്ദു മെജോറിറ്റി നേഷൻ, നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി മഹാത്മാഗാന്ധിയുടെ കാലം മുതലുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ഇതിനെക്കുറിച്ചും നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. താങ്കളുടെ ഇടയ്ക്കുള്ള ചാനലിന് വ്യക്തിപരമായി നന്ദി പറയുന്നു. കാര്യം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ കൺസേൺഡ് ആകാറില്ല. നമ്മുടെ സ്വന്തം വെസ്റ്റ് ബംഗാളിന്റെ തൊട്ടപ്പുറത്താണ്. നമുക്ക് ഇത്രയും പരിചയമുള്ള വിവേകാനന്ദൻ ജനിച്ച മണ്ണാണ്. അപ്പോൾ ആ രീതിയിൽ അതിശക്തമായ ബോധവൽക്കരണം ഉണ്ടാകണം. പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തടയാൻ കഴിയൂ. പ്രത്യേകിച്ച് അടുത്ത 1 മാസത്തേക്ക് അമേരിക്ക വലിയ രീതിയിൽ റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അവിടെ ഒരു ട്രാൻസിഷൻ ഓഫ് ഫോറാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അമേരിക്കയാണ് കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത്, വൈറ്റ് ഹൗസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്, ഇന്ത്യയുടെ ലീഡർഷിപ്പ് മൊമെന്റ് ആണ് ആക്റ്റീവായി ഹിന്ദു കമ്മ്യൂണിറ്റി ഇന്ത്യയിലും, ഞാൻ ഇവിടുത്തെ ഇസ്കോണിന്റെ നേതാക്കളോട് ബന്ധപ്പെട്ടിരുന്നു, കാര്യമായി ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം, പ്രഷർ ബിൽഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അത്തരം ആക്രമണങ്ങൾ ചെറുക്കാവൂ. ശരി, രാഹുൽ ഈശ്വറാണ്
ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പങ്കുവച്ചത്. യെസ്.